എന്തെങ്കിലും ആക്ഷേപം ഉന്നയിച്ചോ? CPIMന്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇക്കാര്യത്തിൽ CPIMന് ഒന്നും മറക്കാനില്ല, പൂർണ്ണമായിട്ടും SITയുടെ നടപടികളെ സ്വാഗതം ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഇരട്ടത്താപ്പ് നോക്കൂ. തങ്ങളിലേക്ക് എത്തുമ്പോൾ തങ്ങളുടെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോഴേക്കും എന്തിനാണ് ഈ പരിഭ്രാന്തി? എന്തുകൊണ്ടാണ് UDF നേതാവിനെ, UDF കൺവീനറെ ചോദ്യം ചെയ്യുമ്പോൾ SITയെ തന്നെ തള്ളിപ്പറയുന്നത്? ഇപ്പോൾ പ്രതിപക്ഷത്തിന് ഇപ്പം അന്വേഷണത്തിൻ്റെ പോക്കിൽ ഭയമുണ്ടെങ്കിൽ ആ പാരഡി ഗാനം ഒന്ന് അന്ന് പാടിയതുപോലെ ഒരുമിച്ചിരുന്ന് കൂട്ടമായിട്ട് പാടിയാൽ മതി. പാരഡി പാടിയത് ഇപ്പോൾ കൂട്ട നിലവിളിയായിട്ട് മാറുമോ എന്ന് നമുക്ക് കണ്ടറിയാം. അതായത് സ്വർണം കട്ട് വിറ്റവനും കട്ട മുതൽ വാങ്ങിയവനും ഒറ്റ ഫ്രെയിമിൽ വന്ന ഒറ്റ ചിത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതിൽ UDF കൺവീനറും പത്തനംതിട്ടയിലെ കോൺഗ്രസ് MPയും ഉണ്ട് എന്ന് മാത്രമല്ല, ബഹുമാന്യയായ സോണിയാഗാന്ധിയുടെ വീട്ടിൽ വെച്ചാണ് ചിത്രം എന്നതും വ്യക്തമായി കഴിഞ്ഞു. അപ്പോൾ ഇത്രയും ഇതിലെ മുഖ്യപ്രതികൾ രണ്ടുപേരും ഉൾപ്പെട്ടൊരു ചിത്രത്തിൽ കേരളത്തിലെ 2 കോൺഗ്രസ് MPമാർ, അതിലൊരാൾ UDF കൺവീനറുണ്ട്. അവർ എനിക്കോ നിങ്ങൾക്കോ സാധാരണഗതിയിൽ എത്താൻ പറ്റാത്ത അതീവ സുരക്ഷയുള്ള ബഹുമാന്യയായ സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഇവരെത്തിച്ചിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് ഈ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു എന്ന മാധ്യമ വാർത്തകൾക്ക് പ്രാധാന്യമുണ്ട്. നമ്മുടെ മുമ്പിൽ മാധ്യമ വാർത്തകൾ മാത്രമാണുള്ളത്. അപ്പം അതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് പ്രതിപക്ഷ നേതാവ് അതിനെ സ്വാഗതം ചെയ്യുമെന്നാണ്. പക്ഷെ പ്രതിപക്ഷ നേതാവ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒറ്റയടിക്ക് മലക്കം പറഞ്ഞ് SITയെ തന്നെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. പക്ഷേ കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നത് സോണിയാഗാന്ധിനെ കാണുന്നതിൽ ഒരു ദുരൂഹത ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ന്യായീകരിക്കുന്നത്. അവർ ചെയ്യുന്നതിലൊന്നും ദുരൂഹതയില്ല, ബാക്കിയുള്ളതിലെല്ലാത്തിലും അവർ ദുരൂഹത ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറെ ആരെങ്കിലും പോയി ഇപ്പോൾ ആരെങ്കിലും കണ്ടാൽ ദുരൂഹതയൊന്നുമില്ല. പക്ഷേ ഈ കേസിലെ മുഖ്യപ്രതികൾ 2 പേർ കേരളത്തിലെ 2 പ്രമുഖ കോൺഗ്രസ് നേതാക്കളോടൊപ്പം പോയി കാണുകയാണ്. സോണിയാഗാന്ധിയെക്കുറിച്ച് ഞങ്ങളാരും ആരോപണമൊന്നും ഉന്നയിച്ചിട്ടില്ലല്ലോ. പക്ഷെ ഇവർ 2 പേരും ആ കൂട്ടത്തിലുണ്ടല്ലോ. ഇവർ 2 പേരും കൊണ്ടുപോയി എന്നല്ലേ മന്ത്രി MB രാജേഷ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.